നമോ നാരായണായ. ശ്ലോകം 7. കാലാഖ്യശക്തിം പ്രളയാവസാനെ പ്രബോധയേത്യാദിശതാ കിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവധാംനാം. ശ്ലോകം 8. ചതുർയുഗാണാശ സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥാം. ശ്ലോകം 9. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷേവ സൂക്ഷ്മാത്മതയാ നിജാന്തഃ സിദ്ധേഷു വിശ്വേഷു ദദാദൃഷ്ടിം. ശ്ലോകം 10. തദസ്തുതീയാദയിനാഭിരന്ദ്ര ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീനനിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. ശ്ലോകം 11. തദേതദംബോരുഹകുഡ്മളം തേ കളേബരാത്തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരത്മേ ശ്രദ്ധാമഭേദ്വാന്തമലം നിഗന്ധ. ശ്ലോകം 12. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീരദിദേ സരോജേ സപത്മജന്മ വിധിരാവിരാശീൽ സ്വയം പ്രബുദ്ധാഖിലവേദരാശി. ശ്ലോകം 13. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിദ്ധമുദ്ധാപിതപത്മയോനി അനന്തഭൂമാമരോകരാശി നിരുന്ദിവാദാലയവാസവിഷ്ണു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ 7 ശ്ലോകം വരെ ഉള്ളതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞു. അതായത് ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാണെന്നും ഓരോ കൽപ്പത്തിന് കാലദൈർഘ്യം എത്രയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടവനാണ്. പ്രത്യേകിച്ച് ഹിന്ദുധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന നമ്മളിതൊക്കെ അറിഞ്ഞു വെക്കണം. നമ്മൾ ഇംഗ്ലീഷ് കലണ്ടറും മലയാളം കലണ്ടറും ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ പൗരാണികമായ കലണ്ടറുണ്ടല്ലോ, അതിനെപ്പറ്റിയും നമ്മൾ അറിവ് നേടിയെടുക്കേണ്ടതാണ്. അതിവിടെ വളരെ വ്യക്തമായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ കാലഗണനയെപ്പറ്റി ബ്രഹ്മാവിൻ്റെ ആയുസ്സിനെപ്പറ്റി ഒക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശ്ലോകം 8. വിശ്വനാഥ ത്വയി അദ്വിതീയേ, സംരക്ഷകനായ ഭഗവാനെ അങ്ങ് മാത്രം ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തേ, 1000 ചതുർയുഗങ്ങൾ യോഗനിദ്രയിൽ മുഴുകിയപ്പോൾ, ആ രാത്രികൽപ്പത്തിൻ്റെ ദൈർഘ്യം പറയണം 1000 ചതുർയുഗങ്ങളാണ്. പുനഃ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ്വാ ത്വാം പ്രബോധയത് ചകില, കാലശക്തി ആദ്യം ഉണർന്ന് അങ്ങയെ ഉണർത്തിയത്രേ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അത് കാലമാണ് നിയന്ത്രിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പോൾ എന്താണ് കാലം? അപ്പോൾ കാലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ വേദാന്ത പഠനം നടത്തുമ്പോൾ കാലത്തിനൊരു പ്രത്യേകമായ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. കാലത്തെ നിയന്താവ് എന്നുകൂടി പറയുന്നു. നമ്മുടെയൊക്കെ ജീവിതം കാലബന്ധിതമാണ്. ഇത്ര വർഷം നമ്മൾ ജീവിക്കുന്നു എന്ന നിലയിൽ അത്രയും കാലം നമ്മൾ ജീവിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഇല്ലാതാവുന്നു. അതുപോലെ സസ്യങ്ങളായാലും മൃഗങ്ങളായാലും ഇതെല്ലാം എല്ലാറ്റിനും സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം തന്നെ നഷ്ടവുമുണ്ട്, നാശവുമുണ്ട്. അപ്പോൾ അത് ഇത്ര കാലം എന്ന് നിശ്ചയിച്ചില്ല. ആ കാലം വരുമ്പോൾ അത് ഇല്ലാതായിത്തീരും. ഭഗവാനെ ഉണർത്തുന്ന കർത്തവ്യം ഭംഗിയായി കാലശക്തി നിർവഹിച്ചു എന്നാണ്. ഭഗവാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് കാലത്തോട് പറഞ്ഞു അത്രേ സമയമാകുമ്പോൾ എന്നെ ഉണർത്തണം എന്നുള്ളത്. അതനുസരിച്ച് ആ രാത്രി പ്രളയം കഴിഞ്ഞ് ഭഗവാനെ ഉണർത്തി എന്നാണ് പറയുന്നത്.
കാലചക്രം ഈ പ്രപഞ്ചത്തെ ഭംഗിയായി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെയാണ് കാലചക്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാലം ചക്രരൂപത്തിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എല്ലാം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായി അർജുനോട് പറഞ്ഞിട്ടുണ്ട്. അർജുന, ഞാനും നീയും മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും, നമ്മളില്ലാതാകുന്നില്ല. കാരണം കാലചക്രം എന്ന് പറയുമ്പോൾ പഴയത് മുഴുവനും പുതിയതായി വന്ന് പിന്നെ വീണ്ടും പഴയതായി മാറുന്നു. അതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാലചക്രം തിരിയുമ്പോൾ എന്തോ ഒരു ആധുനികതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു തോന്നലുണ്ട്. അത് കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിങ്ങനെ ചക്രം തിരിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക്, ചിലപ്പോൾ ഈ തത്വം പറയാൻ ചിലപ്പോൾ നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കാലത്തായിരിക്കില്ല. അപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാർ അവരുടെ ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെപ്പറ്റി ഗവേഷണം നടത്തുമ്പോൾ സനാതനധർമ്മത്തിൽ വേദാന്ത തത്വങ്ങളെയും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു കൺക്ലൂഷനിലെത്താൻ അത് വളരെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നിലയിൽ കാലമാണ് ബ്രഹ്മാവിനെ നിയന്ത്രിക്കുന്നത്. ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ഉറുമ്പിനെ വരെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ ആയുസ്സ് നിശ്ചയിക്കുന്നത് ഒക്കെ തന്നെ കാലമാണ്. അതാണ് കാലത്തെ കാലൻ എന്ന് പറയുന്നു. യമന് കാലൻ എന്ന പേര് വരാൻ കാരണം അതാണ്. അപ്പോൾ ഇതിവിടെ പ്രത്യേകം അത് ബ്രഹ്മാവിനും ബാധകമാണ് എന്ന്. ശ്ലോകം 9. ജലഗർഭ ശായിൻ വിശ്വേശ, പ്രളയജലത്തിനുള്ളിൽ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ, ത്വം വിബുദ്ധ്യ അഖിലാൻ ലോകാൻ പ്രളീനാൻ വിലോക്യ, അങ്ങ് യോഗനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ കണ്ടത് ലോകം മുഴുവനും അങ്ങയിൽ വിലയം പ്രാപിച്ചതായിട്ടാണ്. സൂക്ഷ്മാത്മതയാ നിജാന്തഹ സ്ഥിതേ, സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന തേഷു ഏവ ദൃഷ്ടിയും ദദാഥ, ആ വസ്തുക്കളിൽ തന്നെ അങ്ങ് ദൃഷ്ടി പതിപ്പിച്ചു. അതായത് തന്നോടൊപ്പം പ്രപഞ്ചപദാർത്ഥങ്ങളെല്ലാം തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന ഭഗവാൻ ശ്രദ്ധിച്ചു. താൻ യോഗനിദ്രയിൽ പോയപ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും തന്നെ ലയിച്ചിരിക്കുന്നതായിട്ട് ഭഗവാന് മനസ്സിലായി. സൃഷ്ടികൽപ്പത്തിൽ ഇവയെല്ലാം പുനഃസൃഷ്ടിക്കേണ്ടതാണെന്ന് നിശ്ചയിച്ച ഭഗവാൻ, അപ്പോൾ രാത്രി കഴിഞ്ഞല്ലോ, അപ്പോൾ പകലിൽ സൃഷ്ടി തുടരണം. അത് ഭഗവാന്റെ നിശ്ചയമാണ്. അതിനായി എന്താണ് ചെയ്തതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, സൃഷ്ടിജാലങ്ങൾ മുഴുവനും ഭഗവാൻ ലയിച്ചു, ആ പ്രളയം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആ പ്രളയം മാറിയപ്പോൾ ഭഗവാൻ ഉണർന്നു. അപ്പോൾ എന്തു ചെയ്യണം? വീണ്ടും പഴയ സൃഷ്ടി തുടങ്ങണം. അതെങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. ശ്ലോകം 10. അയി തതഹ തുതീയാത് നാഭിരന്ധ്രാത്, ഗുരുവായൂരപ്പ, പിന്നീട് അങ്ങ് തൻ്റെ നാഭിദ്വാരത്തിൽ നിന്ന് നിലീന നിശേഷപദാർത്ഥ മാലാ സംക്ഷേപരൂപം, തന്നിൽ വിലയിച്ച സർവ്വപദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായ മാനം കിഞ്ചന ദിവ്യപത്മം മുദഞ്ചിതം, മുട്ടിൻ്റെ രൂപത്തിലുള്ളതും വർണ്ണിക്കുവാൻ പ്രയാസമേറിയതും അദ്ഭുതവുമായ ഒരു മഹത്തായ താമരപ്പൂവ് ആവിർഭവിച്ചു എന്നാണ്. ആദ്യത്തെ കൽപ്പത്തിൽ, ആ ബ്രാഹ്മകൽപ്പത്തിൽ താമരക്ക് പ്രസക്തിയില്ല. പക്ഷേ രണ്ടാമത്തെ കൽപ്പത്തിലാണ് താമരയുടെ പ്രാധാന്യം വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൽപ്പത്തെ ബ്രാഹ്മകൽപ്പമെന്നും രണ്ടാമത്തെ കൽപ്പത്തെ പാത്മകൽപ്പം എന്ന് പറയും. പാത്മ എന്ന് പറഞ്ഞാൽ പൽപ്പം, താമര. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വീണ്ടും സൃഷ്ടി തുടങ്ങണമല്ലോ. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്ന്, പൊക്കിളിൽ നിന്ന് ഒരു താമര പൂവുണ്ടായി എന്നാണ് പറയുന്നത്. താമരയുടെ മഹത്വം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ താമരയില്ല ബ്രഹ്മകൽപ്പത്തിൽ. രണ്ടാമത്തെ കൽപ്പത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ പൊക്കിളിൽ നിന്ന്, നാഭിയിൽ നിന്ന് ഒരു താമരയുണ്ടായി. എന്തിന്? സൃഷ്ടി നടത്താൻ, ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനായിട്ടാണ്. വീണ്ടും അതാണ് അതിൻ്റെ ഉദ്ദേശം. അവിടെ പുനഃസൃഷ്ടി നടക്കുകയാണ്. ശ്ലോകം 11.
തത് ഏതത് അംഭോരുഹ കുഡ്മളം, പ്രപഞ്ചകാരണമായ ഈ താമരമൊട്ട്, തേ കളേബരാത്തോയ പതേ പെരൂഢം, അങ്ങയുടെ ശരീരത്തിലെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച്, ബഹി നിരീതം, ജലത്തിനുള്ളിലുള്ള ജലോപരി ഉയർന്ന്, പരിതസ്ഫുരദ്ഭി സ്വധാമഭി, 4 ദിക്കുകളിലും പ്രകാശിക്കുന്ന ഭഗവാന്റെ കിരണങ്ങളാൽ പ്രളയം മൂലമുണ്ടായ ധ്വാന്ത അലം ദൃഗന്ധത്, അന്ധകാരത്തെ പൂർണ്ണമായും ദൂരീകരിച്ചു. സൃഷ്ടിയുടെ പ്രഥമ നിമിഷത്തിൽ തന്നെ ഗുരുവായൂരപ്പൻ എത്രയോ യുഗങ്ങളായി ഇരുട്ടിൽ കഴിയുന്ന അവസ്ഥയെ മാറ്റി പൂർണ്ണപ്രകാശത്തെ ജഗത്തിനായി നൽകി അനുഗ്രഹിച്ചു എന്നാണ്. അതായത് അതുവരെ കൂരാക്കൂരിട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ അന്ധകാരമാണ്, ഒന്നുമില്ല, വെറും വെള്ളം മാത്രം, ജലം. അപ്പോൾ ആ ജലം സ്ഥിരമായി നിൽക്കുന്നു. അതിൽ നിന്നാണ് സൃഷ്ടിയുടെ ഇത് തുടങ്ങുന്നത് എന്ന്. അതുകൊണ്ട് ആ ജലത്തെ കാരണജലം എന്ന് പറയും. കാരണജലം എന്നും കൂടി ആ ജലത്തിനെ പറയുന്നു. അപ്പോൾ ജലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സൃഷ്ടികർമ്മത്തിൽ എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ സൃഷ്ടി ആരംഭിക്കുമ്പോൾ തന്നെ പൂർണ്ണപ്രകാശം വരുത്തി എന്നാണ് പറയുന്നത്. പ്രപഞ്ചം മുഴുവനും വീണ്ടും പ്രകാശിച്ചു. പുതിയ ഒരു ദിവസം, നമ്മൾ ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് ആ സൂര്യൻ്റെ പ്രകാശം ആണല്ലോ നമ്മയൊക്കെ ഉണർത്തുന്നതും നമുക്ക് ആ അന്ധകാരത്തെ അകറ്റി നല്ല വെളിച്ചത്തെ നൽകുന്നത്. അതുപോലെ ഒരു രാത്രികൽപ്പം കഴിഞ്ഞ് പുനഃസൃഷ്ടിക്കായുള്ള ആ തുടക്കത്തിൽ തന്നെ പ്രപഞ്ചത്തിൽ ഭഗവാൻ പ്രകാശം പരത്തി എന്നാണ് പറയുന്നത്. ശ്ലോകം 12. സഫുല്ലപത്രേ നിതരാം വിചിത്രേ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ സഫുല്ലപത്രേ നിതരാം വിചിത്രേ, വിടർന്ന് പൂർണ്ണമായും വികസിച്ച വിചിത്രമായ ഭവദ്വിജിധൃതേ തസ്മിൻ സരോജേ, അങ്ങയുടെ യോഗൈശ്വര്യത്താൽ ഉറച്ചു നിൽക്കുന്ന ആ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി, സ്വയം പ്രകാശിതമായ വേദസമൂഹത്തോടുകൂടി സപത്മജന്മാവിധി ആവിരാസിത്, പൽപ്പത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ആ രണ്ടാമത്തെ ആ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിനെ പറ്റി വിശദീകരിക്കുകയാണ്. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുയർന്നു വന്ന മനോഹരമായ താമരപ്പൂവിൽ നിന്ന് ആണ് രണ്ടാമത് സൃഷ്ടി നടത്താനായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെടുന്നു. ബ്രഹ്മാവിനെ ഭഗവാൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആ ബ്രഹ്മാവിന് പത്മസംഭവൻ എന്ന് പേര് പറയുകയാണ്. പത്മസംഭവൻ. ആ കൽപ്പത്തിന് പാത്മകൽപ്പം എന്ന പേര് വന്നു. രണ്ടാമത്തെ കൽപ്പത്തിന് പാത്മകൽപ്പം എന്ന പേര് വന്നു. ബ്രഹ്മാവിൻ്റെ ആ കൽപ്പത്തിന് ഓരോ ദിവസത്തിന് ഓരോ പേരുള്ളതുപോലെ ബ്രഹ്മാവിൻ്റെ കൽപ്പത്തിനും പ്രത്യേകം പേരുകളുണ്ട്. അപ്പോൾ ഇവിടെ ആ താമരപ്പൂ പുഷ്പങ്ങളിൽ എപ്പോഴും വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു പുഷ്പമാണ് താമര. അത് ജലാശയത്തിൽ ആഴത്തിൽ അതിൻ്റെ നാളം ഉണ്ടല്ലോ, അത് അടിയിൽ പോയി അതിൽ നിന്ന് ഉയർന്നു വന്ന് ജലോപരിയിൽ ഇലകളെ വിടർത്തി ഇലകളെ പരത്തി അതിൽ നിന്നാണ് ആ പൂവുണ്ടാകുന്നത്. അപ്പോൾ ആ ജലത്തിൽ നിന്നാണത് ഉണ്ടാവുന്നു എന്ന് കാണിക്കുകയാണ് താമര. അതുപോലെ ഈ കാരണജലത്തിൽ നിന്നാണ് ഈ സൃഷ്ടി കർമ്മം നടത്തുന്ന ബ്രഹ്മാവ് എന്ന സൂചനയും നമുക്ക് കിട്ടും. അപ്പോൾ പ്രപഞ്ചത്തെ ഒരു പ്രതീകമായി നമ്മൾ സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായത് താമരപ്പൂവാണ്. അതാണ് താമരപ്പൂവിന് ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം. ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവ് സൃഷ്ടിക്ക് തയ്യാറായിട്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹത്തിന് പൽപ്പസംഭവൻ അല്ലെങ്കിൽ പത്മാസനൻ എന്നൊക്കെ പേരുകളുണ്ട്. കമലാസനൻ എന്നൊക്കെ ബ്രഹ്മാവിന് അതാണ് പേര് വരാൻ കാരണം. അതിൻ്റെ മുകളിലിരുന്നു കൊണ്ടാണ് ഈ രണ്ടാമത്തെ കൽപ്പത്തിലെ സൃഷ്ടി തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഓരോ കൽപ്പത്തിനും ഓരോ പേരുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൽപ്പത്തിന് ശ്വേതവരാഹ കൽപ്പം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ശ്വേതവരാഹ കൽപ്പത്തിന്
കൽപ്പത്തിലാണ് ഭഗവാൻ വരാഹാവതാരം സ്വീകരിച്ചത്. അപ്പോൾ ഈ കൽപ്പത്തിൽ ആദ്യമുണ്ടായ അവതാരം ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി വരാഹാവതാരം എന്നാണ്. പക്ഷെ പലരും മത്സ്യക്കൂർമ്മോ വരാഹോ എന്നുള്ള ആ ശ്ലോകത്തെ ആശ്രയിച്ച് മത്സ്യാവതാരമാണ് ഈ കൽപ്പത്തിൽ ആദ്യമുണ്ടായത് എന്ന് പറയുന്നു. അത് ശരിയല്ല. ഓരോ കൽപ്പത്തിലും ഓരോ അവതാരം ഉണ്ട് ഭഗവാന്റെ. അത് അവിടെ നിന്നാണ് തുടക്കം. അല്ലാതെ എല്ലാ കൽപ്പത്തിലും മത്സ്യാവതാരത്തിനല്ല തുടങ്ങുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ വാമനാവതാരം പല കൽപ്പത്തിലും ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ വരുന്നുണ്ട്. അത് മനസ്സിലാക്കി കൊണ്ടുവേണം പറയാൻ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് ശ്വേതവരാഹ കൽപ്പം എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 13. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ എന്നുള്ള ശ്ലോകത്തിൽ നനു പരാത്മൻ വാതാലയ വാസ വിഷ്ണു, പരബ്രഹ്മസ്വരൂപനായ വാതാലയേശ മഹാവിഷ്ണു അസ്മിൻ പാത്മകൽപ്പേ, ഈ പാത്മകൽപ്പത്തിൽ ഇത്തം ഉത്ഥാപിത പത്മയോനിഹി, ഈ രീതിയിൽ ബ്രഹ്മാവിനെ താമരയിൽ നിന്ന് സൃഷ്ടിച്ചു. അനന്തഭൂമ, അനന്തമായ മഹാത്മ്യത്തോടു കൂടിയ ഭഗവാനെ മമ രോഗരാശി നിരുന്ധി, അങ്ങ് എൻ്റെ രോഗങ്ങളെയെല്ലാം ഇല്ലാതാക്കിയാലും. ഇവിടെ ബ്രഹ്മാവ് അല്പാസനസ്ഥനായിട്ടിരിക്കുന്ന ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, അങ്ങ് മഹാവിഷ്ണുവാണല്ലോ സൃഷ്ടിച്ചത് ബ്രഹ്മാവിനെ. അതുകൊണ്ട് മഹാവിഷ്ണുവോട് പറയുകയാണ്, ഗുരുവായൂരപ്പ, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച സൃഷ്ടാവല്ലേ ഭഗവാൻ. സൃഷ്ടികർത്താവിനെ സൃഷ്ടാവ് വേണമല്ലോ. ഒരാൾ സൃഷ്ടിക്കണമെങ്കിൽ ആ സൃഷ്ടിക്കുന്ന ആളെ സൃഷ്ടാവ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടാവ് ആരാണ്? മഹാവിഷ്ണുവാണ്. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുവായൂരപ്പന് സാധിക്കാത്ത ഈ ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എന്ന പൂർണ്ണ ബോധ്യമുള്ളവനെന്ന നിലയിലാണ് ഭട്ടതിരിപ്പാട് തന്നെ നിരന്തരം ശാരീരികമായി വിഷമിപ്പിക്കുന്ന വാതരോഗത്തിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന മനോദുഃഖത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനർത്ഥം. അതായത് മഹാവിഷ്ണുവിനെ ഇവിടെ ഗുരുവായൂരപ്പനായിട്ടാണ് കാണുന്നത്. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ജ്ഞാനികളൊക്കെ തെരഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പരബ്രഹ്മം തന്നെയല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലുള്ളത്. ആ നിലയിൽ പരമാത്മാവ് പരബ്രഹ്മം ഒക്കെ ഇതാ ഇവിടെ തന്നെയുണ്ട്. അങ്ങയുടെ ലീലാവിലാസങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ലോകത്തിലൊന്നും തന്നെയില്ല. സൃഷ്ടി മുതൽ സംഹാരം വരെ അങ്ങല്ലേ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങയുടെ സൃഷ്ടി തന്നെയല്ലേ ഞാൻ. എനിക്കിങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതില്ലാതാക്കേണ്ടതും അങ്ങയുടെ ഉത്തരവാദിത്വം തന്നെയല്ലേ. അങ്ങയ്ക്കത് എളുപ്പം സാധിക്കുമല്ലോ. എൻ്റെ കാര്യത്തിൽ കാരുണ്യം കാണിക്കാത്തത് എന്ന് വിഷമത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്.